എന്നുള്ളതാണ്. ഡാനി, നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്, നമുക്കറിയാം കൊച്ചിയിലെ പ്രധാന പ്രശ്നം വെള്ളക്കെട്ടും മാലിന്യ പ്രശ്നവും ഒക്കെയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം ഒരു DLF ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ മലിനീകരണ പ്രശ്നം, അതിനുശേഷമുണ്ടായ ആരോഗ്യ വിഷയങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. സ്വാഭാവികമായും കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ട ഒരു സാഹചര്യം, കുടിവെള്ളത്തിലടക്കം എടുക്കേണ്ട സാഹചര്യം കൊച്ചിയിലുണ്ട്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ വിജയകരമായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഈ വിവിധ സ്ഥലങ്ങളിൽ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളായിരുന്നു, വെള്ളക്കെട്ടായിരുന്നു, ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമുള്ള അവസ്ഥയായിരുന്നു. അതിനൊക്കെ ഈ മഴക്കാലത്ത് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ, അതോ പഴയപടി തന്നെ കാര്യങ്ങൾ തുടരുകയാണോ? രഞ്ജിത്ത്, കുറേയധികം മാറ്റം ഇക്കാലത്ത് ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ബ്രഹ്മപുരം പ്ലാന്റ്, മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ്, അത് കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കത്തിന് എവിടെയും കാര്യമായ രീതിയിലൊരു തടസ്സം എവിടെയും തന്നെ നേരിടുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ മാലിന്യ നീക്കം നടക്കുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ തവണയെല്ലാം തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ച് ശരിയാണ്. കാരണം വലിയ രീതിയിലത് വൈഷമ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇക്കുറി അത് നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാലിന്യ നീക്കം സുഗമമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഈ കുടിവെള്ള പ്രശ്നം, അത് നേരത്തെ പറഞ്ഞ ആ ഫ്ലാറ്റിലുണ്ടായിരുന്ന വിഷയങ്ങൾ, അത് കാര്യമായിട്ട് തന്നെ തുടക്കത്തിൽ അത് ആരോഗ്യവകുപ്പ് കണക്കിലെടുത്തിരുന്നു. കാരണം ഇത്തരം സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്ന വെള്ളം, അതിൻ്റെ ഒരു ഗുണനിലവാരം, അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്ത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാം തന്നെ നിരീക്ഷണം ഇത്തരം ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും എല്ലാം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് പകർച്ചവ്യാധികൾക്കെല്ലാം തന്നെ വലിയ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം ഇടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഹോട്ടലുകളിലടക്കം ആ പരിശോധന നടക്കുന്നുണ്ട്. കുടിവെള്ളത്തിലൂടെ തന്നെയാണ് പലപ്പോഴും പകർച്ചവ്യാധികൾ എത്തുന്നത്. അതുകൊണ്ട് അത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നു. കാരണം ഈ മഴക്കാലത്ത് എപ്പോഴും ആശങ്ക ഉണർത്തുന്നത്, അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലയിലെ, കൊച്ചിയിലെ തന്നെയും എങ്ങനെയാണ് മഴ ബാധിച്ചിരിക്കുന്നത് അറിയുന്ന പെരിയാറിലെ ഒരു ജലവിധാനം കണക്കിലെടുത്തുകൊണ്ട്, പെരിയാറിലെ ജലവിധാനം ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും മാറിയിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായിട്ട് തന്നെ തുടരുന്നു. അത് ഇടുക്കി പോലുള്ള ഇടങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നതനുസരിച്ചാണ് നീരൊഴുക്ക് പെരിയാറിലേക്ക് വളരെ അതിശക്തമാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നത്. നീരൊഴുക്ക് ഉണ്ടെങ്കിൽ കൂടിയും പെരിയാറിലെ ജലവിധാനത്തിൽ കാര്യമായ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. എങ്കിലും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട്. ഒപ്പം മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതുകൊണ്ട് തന്നെ കോതമംഗലത്തും മൂവാറ്റുപുഴയിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് വന്നിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പെരിയാറിൽ വലിയ രീതിയിൽ, പെരിയാറിൻ്റെ തീരത്ത് വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാകുന്നില്ല. കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മഴയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു എന്നതാണെങ്കിലും ജില്ലയുടെ മറ്റിടങ്ങളിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറവൂര്, അതോടൊപ്പം തന്നെ കുന്നത്താട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. വീടുകൾക്ക് മുകളിലേക്ക് മരം വീണതടക്കമുള്ള കാറ്റിലും മറ്റും മരം വീഴുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തീരമേഖലയിലുള്ള കടലാക്രമണവും രൂക്ഷമാണ്. ഇന്ന് എടവനക്കാട് ജനങ്ങൾ റോഡ് ഉപരോധിക്കും, നടപടികളില്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കുമെന്ന ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്.